അങ്ങനെ നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം ആർസനൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു സീസണിൽ ഏറ്റവും അധികം ട്രോള് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അധികം അപമാനിക്കപ്പെട്ട ഫുട്ബോൾ ക്ലബ്ബും ഫാൻസും ഒക്കെ ആർസനലിൻ്റെതാണ്. നമുക്കറിയാം, ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർസനൽ ഫാൻസും ഒരു സൈഡിൽ, ബാക്കിയുള്ള ഫുട്ബോൾ ലോകം ഇവർക്കെതിരെ ഈ രീതിയിലാണ് ആർസനലിനെ ജനറലി ആ ഒരു ഫുട്ബോൾ ഫ്രട്ടേണിറ്റി കാണുന്നത്. എല്ലാവരും ആർസനലിനെ ഭയങ്കര ഒരു ഹെയ്ട്രഡോടെ, ഒരു വെറുപ്പോടെ, അല്ലെങ്കിൽ അവരെ തോക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് എല്ലാവരും ആർസനലിനെ കാണുന്നത്. ഇന്നത്തെ മത്സരത്തിലും നമുക്ക് എല്ലാവർക്കും അറിയാം, ഫുട്ബോൾ ലോകത്ത് വെറുക്കപ്പെട്ട ടീമുകളിലൊന്ന് തന്നെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. അവർക്കെതിരെ ആർസനൽ കളിക്കുമ്പോഴും സപ്പോർട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിനാണ്. പലപ്പോഴും നമുക്കറിയാം ഈ ഒരു ആർസനൽ ടീമിനെ ഫുട്ബോൾ ലോകം എന്തുമാത്രം വെറുക്കുന്നുണ്ടെന്ന്. അപ്പം ഈ ഒരു ആർസനൽ ഫുട്ബോൾ ക്ലബിനെതിരെ വരുന്ന ട്രോളുകൾ എന്ന് പറയുന്നത് അവർ ബോട്ട്ലേഴ്സാണ്. കാരണം അവരെപ്പോഴും ആ ഒരു ട്രോഫി ജയിക്കും എന്നുള്ള തോന്നൽ നമുക്ക് തരും. പക്ഷെ അവർ ട്രോഫി ജയിക്കത്തില്ല. ആ ഒരു ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് ആ ഒരു ട്രോഫി നഷ്ടപ്പെടുത്തുന്ന അവരുടെ ആ ഒരു സ്വഭാവം, അതുകൊണ്ട് തന്നെ അവരെ ബോട്ട്ലേഴ്സ് എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഈ ബോട്ട്ലേഴ്സ് ആകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള അവരുടെ ആ ഒരു സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ അത് ഭയങ്കര മോശമാകുന്നു. എക്സ്ട്രീംലി ഡിഫെൻസീവ് സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ, ഗോളുകൾ വളരെ കുറച്ച് സ്കോർ ചെയ്ത്, യൂഷ്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 1-0 ഒരു ഗോളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രീംലി ഡിഫെൻസിലേക്ക് പോയി ആ ഒരു ഗെയിം സീ ത്രൂ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്ന ആർസനലിൻ്റെ വളരെ മടുപ്പിക്കുന്ന ആ ഒരു ഫുട്ബോളിനെയും ഒക്കെ ക്രിട്ടിസൈസ് ചെയ്ത ഫുട്ബോൾ ലോകം ആർസനലിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫുട്ബോൾ മത്സരങ്ങൾ എങ്ങനെ കളിക്കണം എന്നൊന്നും ഒരു നിയമമൊന്നുമില്ല. ആർസനലിന് വേണമെങ്കിൽ, ആർസനൽ എന്നല്ല ഏതൊരു ഫുട്ബോൾ ടീമിനും എക്സ്ട്രീംലി അഗ്രസീവായിട്ട് കളിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രീംലി ഡിഫെൻസീവായിട്ട് കളിക്കാം. മത്സരം ജയിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല ഇന്ന രീതിയാണ് കറക്റ്റ് രീതിയെന്ന്. അത് എൻ്റെയും നിങ്ങളുടെയും നമ്മൾ ഓരോരുത്തരുടെയും പ്രിഫറൻസ് ആണ്. ഈ രീതിയിലുള്ള മത്സരമാണ് എനിക്കിഷ്ടം എന്നുള്ളത്. അപ്പോൾ ആർസനലിൻ്റെ ഈ ഒരു ഡിഫെൻസീവ് അപ്രോച്ചൊക്കെ വെച്ചുകൊണ്ട് തന്നെ അവർ ട്രോഫീസ് വൺസ് ജയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും ആർസനലിനെ ട്രോൾ ചെയ്യത്തില്ല. അവർക്ക് വേണ്ട റെസ്പെക്റ്റ് കിട്ടും. അവർ ലാക്ക് ചെയ്യുന്ന കാര്യം സ്റ്റൈൽ ഓഫ് ഫുട്ബോളോ അല്ലെങ്കിൽ അവർ ട്രസ്റ്റ് ഇൻ ദ പ്രോസസ്സിൽ വിശ്വസിക്കുന്നതോ ഒന്നുമല്ല. ട്രോഫീസാണ് ആർസനൽ ലാക്ക് ചെയ്യുന്നത്. അപ്പോൾ ആർസനലിൻ്റെ മുന്നിൽ അത് പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെപ്പോലെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ വായടപ്പിക്കാൻ ആർസനലിൻ്റെ മുന്നിൽ ചാൻസ് വീണ് കിട്ടിയിട്ടുണ്ട്. പ്രീമിയർ ലീഗ് ടൈറ്റിൽ റേസിൻ്റെ കാര്യത്തിലും സിറ്റിക്കുണ്ടായിരുന്ന അഡ്വാൻറ്റേജ് അത് നഷ്ടമായി. അതിപ്പം ആർസനലിൻ്റെ കയ്യിലാണ്. ആ ഒരു അഡ്വാൻറ്റേജ് ആർസനലിൻ്റെ കയ്യിലെത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ ക്ലബ് ഫുട്ബോൾ ലോകത്ത് ഏറ്റവും വലിയ ട്രോഫി എന്ന് കരുതപ്പെടുന്ന ചാമ്പ്യൻസ് ലീഗ് ജയിക്കാൻ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ എത്തിപ്പെട്ടിട്ടുണ്ട് ആർസനൽ. അപ്പോൾ സലീബ ഇന്ന് മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ട്, ആർസനലിൻ്റെ മുന്നിൽ 4 ഫൈനലുകളാണുള്ളത്. അതിൽ 3 പ്രീമിയർ ലീഗിലും അതേപോലെ തന്നെ 1 ചാമ്പ്യൻസ് ലീഗിൽ. ഈ 3 പ്രീമിയർ ലീഗ് ഫൈനൽ മത്സരങ്ങൾ ജയിച്ച് പ്രീമിയർ ലീഗ് ടൈറ്റിൽ ജയിക്കുക, അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലെ ആ ഒരു മത്സരം ജയിച്ച് ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ ജയിക്കുക. അപ്പം ഇത്രയും, അതായത് 4 മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ആർസനലിന് ജയിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ എഴുന്നേറ്റ് നിന്ന് ആർസനലിന് സല്യൂട്ട് അടിക്കും. അതേപോലെ തന്നെ അവർക്കും ആർട്ടറ്റയ്ക്കും ആർസനലിനും, അല്ലെങ്കിൽ ആർട്ടറ്റയും ആർസനലിനെയൊക്കെ വാഴ്ത്തിപ്പാടുന്ന നമ്മളെയൊക്കെ ആയിരിക്കും അതിന് ശേഷം കാണാൻ പോകുന്നത്. അപ്പം ആ ഒരു റെസ്പെക്റ്റ് നേടാൻ സമയമായി. ആ ഒരു റെസ്പെക്റ്റിന് വേണ്ടി വെറും 4 മത്സരങ്ങളാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് 11-ൽ തന്നെ ആർട്ടറ്റയുടെ ഇൻറ്റൻഷൻസ് എന്താണെന്ന് വളരെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിംഗ് 11-ൽ സുബിമെൻഡിക്ക് പകരം ലൂയിസ് മൈൽസ് കെലി, അതേപോലെ തന്നെ ഓഡേഗാർഡിന് പകരം എബ്രിച്ചേസ്. ഈ 2 ചേഞ്ചസ് എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവായിട്ട്, അതായത് അറ്റാക്കിംഗ് വൈസ് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസാണ്. അതുകൊണ്ട് തന്നെ മത്സരം, അല്ലെങ്കിൽ ആർട്ടറ്റയുടെ ഇൻറ്റൻ്റ് എന്ന് പറയുന്നത് അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ വെറും ഡിഫെൻസീവ് മൈൻഡഡ് ആയിട്ടല്ല ഇന്ന് മാച്ചിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്ന് സ്റ്റാർട്ടിംഗ് 11 കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. മത്സരത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡാണ്
കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു, മിസ് ചെയ്യുന്നു, ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ആർസനൽ പയ്യെയാണ് മത്സരത്തിൽ ഗ്രോ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നൊരു 30 മിനിറ്റൊക്കെ ആർസനൽ ആ ഒരു ഗെയിമിൽ കൺട്രോൾ കൊണ്ടുവരാൻ അല്ലെങ്കിൽ പൊസഷനിൽ കൂടുതൽ വരാനൊക്കെ ആർസനൽ ഒരു 30 മിനിറ്റ് എടുത്തു. പക്ഷേ ആ ഒരു ഗെയിം പയ്യെ കൺട്രോൾ ചെയ്ത് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു. 44-ാമത്തെ മിനിറ്റിൽ ബാക്കിൽ നിന്ന് സലീബ ആ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസ് യോക്കോറസിൻ്റെ റൺസിനെ ഫൈൻഡ് ചെയ്യുന്ന യോക്കോറസിൻ്റെ ആ ഒരു ചാനൽ റൺസിനെ ഫൈൻഡ് ചെയ്യുന്ന ലൈൻ സ്പ്ലിറ്റിംഗ് പാസ് സലീബ ബാക്കിൽ നിന്ന് കൊടുക്കുന്നു. യോക്കോറസിൻ്റെ സ്വിച്ച് ട്രൊസാഡിൻ്റെ ഷോട്ട് ഒബ്ലാക്ക് സേവ് ചെയ്യുന്നു. റീബൗണ്ട് സാക്കയ്ക്ക് കിട്ടും, സാക്ക സ്കോർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു 1-0 ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം മെട്രോപൊളിറ്റാനോയിൽ എങ്ങനായിരുന്നു അതേപോലെ തന്നെ 1-0 ആർസനൽ ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം മുന്നിലെത്തുന്നു. അപ്പോൾ ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം 1-0 എത്തുമ്പോൾ നമുക്കറിയാം ആർസനലിൻ്റെ അപ്രോച്ച് സെക്കൻഡ് ഹാഫിൽ എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ ആർസനൽ സെക്കൻഡ് ഹാഫിൽ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ പിച്ചിനെ മാക്സിമം വലുതാക്കാനുള്ള ഒരു ശ്രമം ആർസനൽ കാണിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ആർസനലിൻ്റെ ഹാഫിൽ ഡീപ്പറായിട്ട് ബോൾ സർക്കുലേറ്റ് ചെയ്ത് ആർസനൽ കളിക്കുന്നു. 1-0 മുന്നിൽ നിൽക്കുന്ന ആർസനലിൻ്റെ കയ്യിൽ നിന്ന് ബോൾ വിൻ ചെയ്യുക, അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ആവശ്യമായതുകൊണ്ട് തന്നെ അവർ വരും എന്നറിയാം. അപ്പോൾ അവരെ മാക്സിമം ഇൻവൈറ്റ് ചെയ്യുക, അവരുടെ ആ ഒരു പ്രസ്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്രയും ഡീപ്പറായിട്ട് ബോൾ സർക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്പേസസ് ഇഷ്ടം പോലെ അവൈലബിൾ ആകും. അപ്പോൾ ആർസനൽ അങ്ങനെ കിട്ടിയ സ്പേസസിനെയൊക്കെ ഇന്ന് മുതലെടുത്ത് പ്രോഗ്രസീവായിട്ട് തിങ്ക് ചെയ്ത് മുന്നോട്ട് പാസുകൾ അറ്റംപ്റ്റ് ചെയ്യാൻ തുടങ്ങി. സാധാരണ സൈഡ് വൈസ് പാസ്, ബാക്ക് പാസ്സാണ് കൂടുതലും കാണുന്നത്. പക്ഷേ അതിൽ നിന്നൊരു വ്യത്യാസം ഇന്ന് സെക്കൻഡ് ഹാഫിലുണ്ടായി. കൂടുതൽ പ്രോഗ്രസീവായിട്ട് ബോൾ മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യാനും ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനും അറ്റാക്ക് ചെയ്യാനുള്ള ആ ഒരു ഇൻറ്റൻറ്റ് ആർസനലിൽ കാണിക്കുന്നു. കൂടുതൽ അറ്റാക്കിംഗ് പ്ലെയേഴ്സിനെ മുന്നോട്ട് പുഷ് ചെയ്ത് എപ്പോഴും ആ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഡിഫൻസിനെ എപ്പോഴും എൻഗേജ് ചെയ്ത് നിർത്താനുള്ള ഒരു ശ്രമം ആർസനലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് ശരിക്കും ആദ്യത്തെ മത്സരവും ഈ മത്സരവും തമ്മിലുള്ള വ്യത്യാസമായിട്ട് എനിക്കതാണ് തോന്നിയത്. അപ്പം നമ്മൾ ആ ഒരു ഫൈനൽ തേർഡിലോട്ടൊക്കെ ആർസനൽ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ അറ്റാക്കിംഗ് പ്ലെയേഴ്സ് ഗ്രീസ്മാൻ ആയാലും ലുക്മാൻ ആയാലും സിമിയോണിയൊക്കെ ആണെങ്കിലും ഡീപ്പറായിട്ട് വന്ന് ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിൽക്കുന്നതൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഫൈനൽ തേർഡിലൊക്കെ ബോൾ വിൻ ചെയ്ത് ട്രാൻസിഷൻസിൽ ഹിറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ നോക്കിയാൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് റണ്ണേഴ്സ് ഇല്ല. അവരെല്ലാം ഡീപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു റണ്ണേഴ്സ് അല്ലെങ്കിൽ ട്രാൻസിഷനിലുള്ള അങ്ങനത്തെ മൊമെൻറ്റ്സിനെ ക്യാപിറ്റലൈസ് അല്ലെങ്കിൽ മുതലെടുക്കാൻ അത്ലറ്റിക്കോ മാഡ്രിഡിന് ഇന്നത്തെ മാച്ചിൽ പറ്റിയില്ല. അങ്ങനത്തെ ഒരു വീക്ക്നെസ് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഗെയിമിലുണ്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിരുന്നാലും അത്ലറ്റിക്കോ മാഡ്രിഡ് ആവശ്യത്തിനുള്ള ചാൻസ് സെക്കൻഡ് ഹാഫിലും ക്രിയേറ്റ് ചെയ്തു. സിമിയോണിക്ക് കിട്ടിയ ടാപ്പിൻ്റെ ചാൻസ്, സോർലോത്തിൻ്റെ ചാൻസ് ഒക്കെ എക്സാമ്പിൾസാണ്. അപ്പം സെക്കൻഡ് ഹാഫിൽ ആർസനലിൻ്റെ ഭാഗത്തു നോക്കുകയാണെങ്കിൽ യോക്കോറസ്, എനിക്ക് ഓവറോൾ ഗെയിം ആർസനലിൻ്റെ ഗെയിം നോക്കിയാൽ എനിക്ക് ഏറ്റവും ഇമ്പ്രസീവായിട്ട് എൻ്റെ പേഴ്സണൽ ചോയ്സ് എന്ന് പറയുന്നത് യോക്കോറസാണ്. എനിക്ക് യോക്കോറസ് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നി. ആർസനൽ ഷട്ടിൽ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടുള്ള യോക്കോറസിൻ്റെ മാച്ചസിൽ എനിക്ക് ഏറ്റവും ഇമ്പ്രസീവായിട്ട് തോന്നിയ മത്സരം ഇതാണ്. യോക്കോറസിൻ്റെ ആ ഒരു റൺസ് എപ്പോഴും ആർസനലിൻ്റെ അല്ലെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ആ ഒരു ഡിഫെൻസീവ് പ്ലെയേഴ്സിനെ എപ്പോഴും എൻഗേജ് ചെയ്ത് നിർത്തുക, അവരെ എപ്പോഴും പ്രഷറിൽ നിർത്തുക, അവരുമായിട്ടുള്ള ഡ്യുവൽസ് വിൻ ചെയ്യുക, കറക്റ്റ് സമയത്ത് റൺസ് നടത്തുക, ഫസ്റ്റ് ഗോളിൻ്റെ സമയത്തുള്ള ആ ഒരു ചാനൽ റണ്ണിങ്, കറക്റ്റുള്ള ആ ഒരു അഗ്രസീവായിട്ടുള്ള യോക്കോറസിൻ്റെ ചാനൽ റണ്ണിങ്, അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫിലും ഹെൻഗാപ്പിയുടെ ക്രോസിന് എഗൻസ്റ്റായിട്ട് യോക്കോറസ് റൺസ് നടത്തുന്നുണ്ട്. അപ്പം മത്സരത്തിൽ ശരിക്കും സ്ക്രീൻ നിറഞ്ഞ് കളിച്ച ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് യോക്കോറസിനെ തോന്നിയത്. ഭയങ്കര എക്സ്ട്രീംലി ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നി യോക്കോറസ്. കാരണം ഞാൻ പലപ്പോഴും കളിയാക്കാറുണ്ട്, ഞങ്ങൾക്ക് സെസ്കോയെ കിട്ടി, നിങ്ങൾക്ക് യോക്കോറസിനെ കിട്ടി, അത് നിങ്ങളുടെ നഷ്ടമാണെന്നുള്ള രീതിയിലാണ് ഞാൻ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഭയങ്കര ഇമ്പ്രസീവാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം യോക്കോറസിൻ്റെ ഗെയിം നമുക്ക് പിന്നെ നമുക്ക് ഈ ഡെക്ലാൻ റൈസിൻ്റെയൊക്കെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. എത്ര പ്രാവശ്യം ബോൾ ബാക്കിൽ നിന്ന് ക്യാരി ചെയ്ത് ഫൈനൽ തേർഡിലോട്ട് എത്തുന്നു, ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഡിഫൻസിലും എത്ര ഇൻ്റർസെപ്ഷൻസ്, ബ്ലോക്കുകളൊക്കെ നടത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്ര ഇമ്പ്രസീവായിട്ട് ആ ഒരു ഗെയിമിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് തന്നെയാണ് പുള്ളിക്ക് ആ ഒരു പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡും ഒക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആർട്ടറ്റഡ് ആർസനൽ ചാമ്പ്യൻസ് ലീഗിൽ ഓരോ സീസൺ കഴിയും തോറും അവരുടെ നില മെച്ചപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2023-24 സീസണിൽ ക്വാർട്ടർ ഫൈനൽ വരെയായിരുന്നു അവരുടെ യാത്ര. അത് കഴിഞ്ഞ് 2024-25 സീസണായപ്പം സെമിയിലെത്തി. ഇപ്പം 25-26 സീസണിൽ ഫൈനലിസ്റ്റ് വരെയായി നിൽപ്പുണ്ട്. അപ്പോൾ ഓരോ സീസണിലും ഓരോ സ്റ്റേജ് വെച്ചുള്ള ഇമ്പ്രൂവ്മെൻറ്റ്
ആർട്ടറ്റയുടെ ആർസനലിനെ കൊണ്ടുവരാൻ ആർട്ടറ്റയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് ട്രോഫി അതേപോലെ തന്നെ പ്രീമിയർ ലീഗ് ട്രോഫി ഇത് രണ്ടും ജയിച്ച് എല്ലാവരുടെയും വായടപ്പിക്കാൻ ആർട്ടറ്റയ്ക്ക് സാധിക്കട്ടെ. അപ്പം പലർക്കും തോന്നിയേക്കാം ചാമ്പ്യൻസ് ലീഗൊക്കെ എങ്ങനെ ഇവർ ജയിക്കുമെന്നാണ് പറയുന്നത് PSG-ക്കും ബയണിനും ഒക്കെ എതിരെയാണ്. ബയണിനെ ഓൾറെഡി തോൽപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൽ ഇതേവരെ അൺബീറ്റൺ ആയിട്ടാണ് ഫൈനൽ വരെ ആർസനൽ എത്തിയിരിക്കുന്നത്. വെറും 6 ഗോളാണ് ഇതുവരെ കൺസീഡ് ചെയ്തിരിക്കുന്നത്, 9 ക്ലീൻ ഷീറ്റ്. ഇതൊക്കെ ആയിട്ടാണ് ആർസനൽ ഫൈനലിസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ആർസനലിന് PSG-ക്കും ബയണിനും എന്തുമാത്രം ചാൻസ് ഉണ്ടോ അതിന് ഈക്വൽ ചാൻസ് ആർസനലിനും ഈ ഒരു ടൈറ്റിൽ ജയിക്കാനുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആർസനൽ ഫാൻസിനെ ഇതുവരെ ട്രോള് ചെയ്തതിന് ഒരു പ്രായച്ചിത്തം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പം വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഭിന്നം കമൻസ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ കാണാം.